സാധാരണ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തുമ്പോഴാണ് ED അന്വേഷണം കൊണ്ട് ഇറങ്ങുന്നത്. ഇത് കേരള ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തിയപ്പോഴാണ് ED അന്വേഷണം കൊണ്ട് ഇറക്കിയത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട്, ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ED ഇറങ്ങിയിരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവും. അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റിനെ രക്ഷിക്കാൻ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് നടന്മാരുടെ വീട്ടിൽ, സിനിമാ താരങ്ങളുടെ വീട്ടിൽ ED കയറുന്നതെന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ദേവസ്വം ബോർഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം മൂടി വെക്കുകയായിരുന്നു. ഇതെല്ലാ സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാമായിരുന്നു ഈ വിവരങ്ങളെല്ലാം. ഇത് മൂടി വെച്ചു. ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുക്കായിരുന്നു, അയാൾ മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ. കേസെടുക്കായിരുന്നതിന്റെ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വവും ബോർഡ് നേതൃത്വവും പെടുമെന്നറിയായിരുന്നു. ഇത് മൂടി വെച്ച് ആരും അറിയില്ല എന്ന് വിചാരിച്ചു. ഈ വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കൂടിയാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തിയത് 2025. അപ്പൊ ഗുരുതരമായ ഈ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചിരിക്കുന്നത്. വീണ്ടും ഈ മോഷണം നടന്നേനെ. ഞങ്ങൾ സംശയിക്കുന്നത് അവിടെ ദ്വാരപാലക ശില്പമില്ല, കട്ടളയില്ല, വാതിലില്ല, ഇനി ആകെയുള്ളത് അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ്. അതുകൂടി പോയേനെ. അതാണല്ലോ വളരെ കൃത്യമായിട്ടുള്ള കാര്യം. അതായത് വേറെ മോൾഡ് ഉണ്ടാക്കി. ഞാനാണത് ആദ്യം പുറത്തു പറഞ്ഞത്. വേറെ മോൾഡ് ഉണ്ടാക്കി, വ്യാജ മോൾഡ് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പൊ പിന്നെ മറ്റേതിന്റെ തൂക്കം തന്നെ ഉണ്ടാവണമെന്നില്ല. ചെമ്പിന് തൂക്കം ഉണ്ടാവണമെന്നില്ല. വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒറിജിനൽ വിറ്റു. അതാണ് സംഭവം. ദേവസ്വം മന്ത്രി ഉൾപ്പെടെ പ്രതി ചേർക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവാണ് ഹൈക്കോടതിയുടെ അതിപ്രധാനമായ ഇടപെടലിൽ ഇപ്പോൾ പ്രതികരിച്ചത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മാത്രമല്ല, ശ്രീകോവിലിലെ വാതിലുകളിലെ സ്വർണം മാത്രമല്ല, കട്ടളപ്പടിയിലെ സ്വർണം മാത്രമല്ല, പലവിധ തട്ടിപ്പുകൾ ശബരിമലയിൽ നടന്നിരിക്കുന്നു. അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. വലിയ വ്യാപ്തിയുള്ള തട്ടിപ്പ്. ആ തട്ടിപ്പിൽ ഉന്നതർക്ക് പങ്കുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം.